ഇപ്പൊ ലോകം മൊത്തം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ റീജിയണിലാണ്, മിഡിൽ ഈസ്റ്റ്. എയർ സ്പേസ് ക്ലോസ് ചെയ്യുക, മിസൈൽസ് ലോഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ മിലിറ്ററി പവർ മൊത്തം ഒരു ഫോൾ അലേർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഭാഗത്ത് ലോകത്തിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള അമേരിക്ക, അതേപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ഡിഫൻസ് പവറും അമേരിക്കയുടെ കൂടെയുണ്ട്. ഒപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറാനാണ്. ഇറാന്റെ പ്രത്യേകത അപ്കമിങ് ആയിട്ടുള്ള മിലിറ്ററി പവറാണ്. ഇതൊരു സാധാരണ ഒരു ടെൻഷൻ അല്ല, മറിച്ച് ദിസ് ഈസ് എ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ. ബട്ട് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനും ഒക്കെ ഇങ്ങനെ ഒരു വാറിന്റെ സിറ്റുവേഷനിലേക്ക് എത്തിയത്? ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ട് എന്താണെന്നറിയാമോ? 1979 വരെ ഇറാനും അമേരിക്കയും നല്ല ബന്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഇറാൻ ഭരിച്ചിരുന്ന രാജാവ് ഷാ മുഹമ്മദ് റാസ പഹ്ലവിയാണ്. എന്നാൽ 1979 ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷന് ശേഷമാണ് ഇറാനിൽ ഇന്ന് കാണുന്ന ഒരു ഭരണകൂട സംവിധാനം ഉണ്ടായത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് അമേരിക്കയോട് ഇറാന് വലിയ രൂപത്തിലുള്ള ഒരു അകലം പാലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അമേരിക്കക്ക് ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്ലോബൽ ഓയിൽ എക്കോണമിയിൽ ഒരു നല്ല സ്പേസ് അമേരിക്കക്ക് കിട്ടില്ലേ എന്നൊരു തോന്നല് അവരുടെ വലിയൊരു പ്രധാനപ്പെട്ട ആശങ്കയായിരുന്നു. കാരണം അന്ന് ഇറാന് ഏറ്റവും പ്രധാനമായിട്ടും അമേരിക്കയോട് അകലം പാലിക്കാനുള്ള കാരണം ഈ പറഞ്ഞ ഓയിൽ എക്കോണമി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ പേർഷ്യൻ ഗൾഫിന്റെ ഭാഗത്താണ് ലോകത്ത് തന്നെ 1/4 ഭാഗവും ഓയിൽ എക്കോണമിയുടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിലൂടെ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മിലിറ്ററി അല്ലെങ്കിൽ എല്ലാ നിലക്കുമുള്ള ഒരു എക്കോണമി ആയിട്ട് വളരുക എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ മുതലാണ് പിന്നീട് അമേരിക്ക നിരന്തരമായി ഇറാന് മുകളിൽ പല രൂപത്തിലുള്ള ഗ്ലോബൽ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഇത്തരത്തിലുള്ള ഒരു വലിയ മോണോപോളി ക്രിയേറ്റ് ചെയ്താൽ അത് ഭാവിയിൽ ദോഷം ചെയ്യാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള മറ്റ് അറബ് രാജ്യങ്ങൾക്കാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, ബഹ്റൈൻ ഒക്കെ പോലത്തെ രാജ്യങ്ങൾക്ക് വലിയ രൂപത്തിൽ തന്നെ ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇതിന് ഏറ്റവും നന്നായിട്ട് അവരെ മിഡിൽ ഈസ്റ്റിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം അന്ന് ഇസ്രായേലാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് ഏറ്റവും നല്ല സൈബർ സെക്യൂരിറ്റി ഉള്ള, ഡിഫൻസ് മെക്കാനിസം ഉള്ള, ഒരു സർവൈലൻസ് ഇൻഡസ്ട്രി ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പൊ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇറാനെ ഏതെല്ലാം രൂപത്തിൽ കൂച്ചുവലങ്ങ് ഇടാൻ പറ്റുന്ന ഒരു രാജ്യം ഏതാണെന്ന് അവരുടെ കണ്ണിൽ ഇസ്രായേൽ തന്നെയാണ്. അത് സത്യം തന്നെയാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറാൻ ഇത്തരത്തിൽ വളർന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാവുക ഇസ്രായേലിനും കൂടെയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ശത്രുവായിട്ടുള്ള അമേരിക്കയെ ഇസ്രായേൽ കൂട്ടുപിടിച്ച് ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂവിൽ പോലും അമേരിക്ക എന്ത് സ്റ്റാൻഡാണ് എടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെയാണ് ഈ ഒരു പ്രശ്നത്തിന്റെ ഡ്രോബാക്ക് എന്നുള്ള രൂപത്തിൽ ഇസ്രായേലും അമേരിക്കയും ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്ത് അവര് കൂട്ടത്തോടെ ഇറാനെ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഇവിടെ ബിൽഡ് ചെയ്ത് വരുന്നത്. ഇങ്ങനൊരു സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറാൻ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ പവർ രാജ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് വളർന്നു വരാൻ അത്രത്തോളം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം നമുക്കറിയാം, ന്യൂക്ലിയർ വെപ്പൺസ് ആർ ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺസ് ഇൻ ദ വേൾഡ് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇറാൻ അവിടെ പറയുന്നുണ്ട് അതൊരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്, അതുകൊണ്ട് വേറെ ഒരു രൂപത്തിലുള്ള ഇമ്പാക്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ വിഷയത്തിൽ ഇറാനെ ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല ലോകത്തൊരു രാജ്യവും ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഏറെക്കുറെ രാജ്യങ്ങളൊന്നും ട്രസ്റ്റ് ചെയ്യുന്നത് സത്യമാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തില് അമേരിക്ക, ഞാൻ നേരത്തെ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് പൊതുവെ ഇറാനോടുള്ള ഒരു പേടിയും അതേപോലെ തന്നെ ഇസ്രായേലിന് ഇറാനിന്റെ വിഷയത്തിലുള്ള ഒരു പേടിയും മുതലെടുത്ത് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ ആർമി ക്യാമ്പുകൾ, ആർമി ബേസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടും മിസൈലിന്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ ഇറാൻ അതിനെ പ്രതിരോധിക്കുന്നത് എന്ന് പറയുന്നത് നേരെ അമേരിക്കയിലേക്ക് മിസൈൽ അയച്ചിട്ടല്ലല്ലോ. അവര് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള വലിയ വലിയ ബേസ് ക്യാമ്പുകളും ചെറുതും ഒക്കെ ആയിട്ടുള്ള ബേസ് ക്യാമ്പുകൾ തകർക്കുക. അതുകൊണ്ടാണ് UAE പോലത്തെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ബഹ്റൈൻ പോലത്തെ രാജ്യങ്ങളിലേക്കൊക്കെ, കുവൈത്തിലേക്ക്, ഖത്തറിലേക്ക് പിന്നെ ഒക്കെ തന്നെ ഇറാന്റെ മിസൈൽ വർഷം നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്തിനാണ്
പിന്നെ ദുബായിലേക്ക് അയക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ വല്ലാതായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇതില് ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന രണ്ട് കൺക്ലൂഷൻസ് ആണ്. ഒന്നുകിൽ ഇതൊരു വലിയ ലാർജർ റീജിയണൽ വാറിലേക്ക് പോകാം, മിഡിൽ ഈസ്റ്റ് ഏരിയനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ വാർ ക്രിയേറ്റ് ചെയ്യാം. അതിനൊക്കെ കാരണക്കാർ ഒരു പക്ഷെ അമേരിക്ക തന്നെ ആയിരിക്കാം. അതല്ലെങ്കിൽ പിന്നീട് നെഗോസിയേഷൻസും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കോൺവെർസേഷൻസിലും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് എന്താണ് അതിന്റെ ഔട്ട്കംസ് എന്നുള്ളത് നമ്മൾ നോക്കി കാണുക വേണ്ടി വരും. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അൺപ്രഡിക്റ്റബിൾ ആണ്. എന്തായാലും ഇറാനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസിനും ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർഷ്യൻ ഗൾഫിലുള്ള തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇറാൻ തന്നെയാണ്. അതേസമയം ഇറാൻ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റ് ഓയിൽ എക്കോണമിയിൽ ഉണ്ടാകുന്ന പാർട്ടിസിപ്പേഷനും റെപ്രസെന്റേഷനും കുറഞ്ഞാൽ അത് അമേരിക്കയുടെ എക്കോണമിയെ തന്നെ വലിയ രൂപത്തിൽ ബാധിക്കാവുന്ന ഒരു വലിയ ത്രെട്ടായിട്ട് മാറും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും മാത്രം തന്നെയാണ് ഓരോ രാജ്യങ്ങളും ഈ ഒരു അവസരത്തിൽ മൂവ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും നന്നായി അമേരിക്കനെ ഒപ്രസ് ചെയ്യാനും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനും ഒപ്പോസ് ചെയ്യാനും മുന്നിൽ നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് ആയത്തുള്ള അലി ഖാംനഈ എന്ന് പറയുന്ന അവരുടെ പരമോന്നതനായ നേതാവ്. ആയത്തുള്ള അലി ഖാംനഈയെ ഈ ഒരു അവസരത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എങ്ങനെയാണ് ഇറാൻ അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക എന്നുള്ളത് ഏവരെയും പോലെ ഞാനും നോക്കിക്കാണുന്ന ഒരു വിഷയമാണ്.